വയനാടിന്റെ മന്ത്രി കേളു മിനിസ്റ്റർ കൂടി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. സാർ, നിരന്തരം പരീക്ഷിക്കപ്പെടുന്ന ഒരു ജനതയായി വയനാടൻ ജനത മാറിയിരിക്കുന്നു. കുറച്ചു നാളുകൾ മുമ്പ് വരെ ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട അപകടങ്ങളായിരുന്നു. ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നിരിക്കുന്നു. ഇന്നലെ പ്രകമ്പനങ്ങൾ ഭൂമിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരു പ്രത്യേക മേഖലയായി വയനാടിനെ മാറ്റേണ്ടതില്ല. ഈ ഭൂചലനത്തിന്റെ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ മാത്രം സാഹചര്യത്തിലല്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരത്തിനായി ഒരു വലിയ വിശാലമായ അതെ, ഈ വയനാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലയാണ്. അത് നമുക്കറിയാം, സമുദ്രതലത്തിൽ നിന്ന് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതിന്റെ പാരിസ്ഥിതിക ഘടനയൊക്കെ നമ്മൾ ഇത്തരം സമയങ്ങളിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വയനാട് ജില്ല നമുക്കറിയാം, ഇപ്പോൾ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. ഇടത്തരം കർഷകരും ഉള്ള ജില്ലയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സമൂഹം അല്ലെങ്കിൽ ഈ വിഭാഗക്കാർ വലിയ ഒരു അജിറ്റേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വന്യമൃഗ ശല്യം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ കാർഷിക മേഖല പൂർണ്ണമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർഷിക മേഖല മാറുമ്പോൾ നമ്മുടെ തൊഴിലും വരുമാനവും നഷ്ടപ്പെടുന്നു, ജീവിതമാർഗങ്ങൾ വഴിമുട്ടുന്നു. ആ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വന്യമൃഗത്തിന്റെ ശല്യം കൂടി കടന്നു വരുന്നത്. അപ്പം ജനജീവിതം അത്യുത്സുഖമായി മാറുകയാണ്. അങ്ങനെ അത്യുത്സുഖമായി മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ അതിവർഷത്തിന്റെ ഭാഗമായിട്ട് ചൂരൽമല പോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അത് ആ ഒരു ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു 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 പിന്നെ ഉരുൾപൊട്ടലാണ്. ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു കണക്ക് നമുക്കിപ്പോഴും കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം. ഇന്നലെയാണ് 4 ബോഡി നമുക്ക് കിട്ടിയത്. ഇന്ന് രാവിലെ അത് എയർലിഫ്റ്റ് ചെയ്ത് ബത്തേരിക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടനവധി കുടുംബങ്ങൾ അനാഥമായി, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു, കന്നുകാലികൾ നഷ്ടപ്പെട്ടു. അവർ ഇക്കാലം അത്രയും ജീവിതത്തിന് വേണ്ടി സമ്പാദിച്ച എല്ലാം ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. അത് വല്ലാത്ത ഒരു 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 ട്രാജഡിയാണ്. അപ്പൊ അവരൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമുണ്ട്. അതായത് ടൗൺഷിപ്പ് കൊണ്ട് ഗവൺമെന്റ് അത് വെറുതെ ഒരു പറച്ചിലല്ല. കാരണം അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. കാരണം കുട്ടിക്ക് പഠിക്കാൻ സ്കൂൾ വേണ്ടേ, ആരോഗ്യ കേന്ദ്രം വേണ്ടേ, വില്ലേജ് ഓഫീസ് വേണ്ടേ, റേഷൻ കടകൾ വേണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന ആഫീസുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ചൂരൽമല എന്ന് പറയുന്നത്. അപ്പം അത്തരം ജനങ്ങൾക്ക് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആശയത്തെ കേരള സമൂഹം പൊതുവെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളായിട്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കണം. വീണ്ടും ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ചെറിയ രീതിയിലെങ്കിലും ഇന്നലെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭൂമികുലുക്കത്തിന്റെ ഒരു ചെറിയ ഒരു പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്നത്. ഇതും കൂടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ വയനാട് മൊത്തത്തിൽ എന്താ പറയാ, ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോവാണ്. അതാണ് ഒരു ദുരന്തം ഉണ്ടായി, അതിന്റെ പുറകെ ഒരു ഭൂമികുലുക്കത്തിന്റെ സൂചനകൾ കൂടി വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ, ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ എല്ലാ എന്താ പറയാ സ്വപ്നങ്ങളും അതോടുകൂടിയിട്ട് ഇല്ലാതാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് വയനാട് ജില്ലേന്റെ ഒരു ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ് വയനാട്. പക്ഷെ വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്
ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു, പ്രയാസകരമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നിവിടെ എത്തുന്നു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വയനാടിനെയും കേരള ഗവൺമെന്റിനെയും സഹായിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് വയനാട്ടിലെ മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കുള്ളത്. തീർച്ചയായും ജില്ല എന്ന തരത്തിൽ തന്നെ കണക്കിലെടുത്തൊരു സമഗ്രമായ പാക്കേജ് അനിവാര്യമാണ് എന്ന് തന്നെയാണ് മന്ത്രിമാർ പറയുന്നത്. അതുതന്നെയാണ് വേണ്ടതും. കാരണം ചുരൽമല മാത്രമല്ല, മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ വയനാട് ഇപ്പോൾ നേരിടുകയാണ്. ജനജീവിതം തിരിച്ചുപിടിക്കുന്നതിനായ ആവശ്യമായ സമയബന്ധിതമായ നടപടിക്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും പ്രധാനമന്ത്രിയുടെ വരവോടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വയനാടൻ ജനതയുടെ പ്രതീക്ഷയും.